Dilse Night. Hello and welcome to Dilse Nights with me, Shanu Suresh, on 90.8 Dilse FM. Lots of music, lots of masti, or date sara gupshup. Innate gupshup is about board exams, a topic that many students dread. Well, exams poduve thanne a lot of students dread, a lot of us actually dread it. Enikkokke aanengil padichondirikkunna samayathu when exam a full varsham I don't really study. When there is a class test chelappo nokki ennu varum, പക്ഷേ എക്സാമിൻ്റെ തൊട്ട് മുമ്പുള്ള കുറച്ച് ദിവസങ്ങൾ, എസ്പെഷ്യലി ലൈക്ക് ദാറ്റ് 1 month, ആ 1 month ക്രൂഷ്യലായിട്ട് ഇരുന്ന് പഠിക്കും. ആൻഡ് ദെൻ ഐ മേക്ക് എ ഹോൾ വീക്ക്ലി കാലണ്ടർ, ഐ മേക്ക് എ ഹോൾ ഡേ ടൈം ടേബിൾ. അതായത് ഈ സമയത്ത് എഴുന്നേക്കും, ഈ സമയം മുതൽ ഈ സമയം വരെ ഈ ചാപ്റ്റർ ആയിരിക്കും, പിന്നെ ഈ ചാപ്റ്റർ അങ്ങനെ കവർ ചെയ്തിട്ട് ആ ഫുൾ 1 month or 1.5 month കംപ്ലീറ്റ്ലി പ്രോബബ്ലി എഴുന്നേക്കാതെ പോലെ അതിരുന്ന് കുത്തിയിരുന്ന് പഠിക്കും. ആൻഡ് ദെൻ ഐ ഗോ ആൻസർ മൈ എക്സാംസ് ആൻഡ് ഗൈസ് I think I scored pretty well. But anyway, that's not the point. The point is, what can we do to get better in our exams? How can we perform better in our board exams, or how can we perform better in exams? Here are a few tips that I have sort of circulated, that I've sort of put together to help students out there. So firstly, when you actually want to start studying, one of the main things that we can really do is ക്ലാസ്സിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക എന്ന് പേരൻസ് എപ്പോഴും പറയാറില്ലേ, അതിൻ്റെ പുറകെ ഒരു വാലിഡ് റീസൺ ഉണ്ട്. കാരണം ഫസ്റ്റ്ലി വെൻ യു ആക്ച്വലി പേ അറ്റൻഷൻ ഇൻ ക്ലാസ്, സം ടീച്ചേഴ്സ് മേ ബി ഹാവിങ് ഗ്രേറ്റ് വേസ് ഓഫ് ടീച്ചിങ് us, സം ടീച്ചേഴ്സ് മേ ജസ്റ്റ് ബി റീഡിങ് ഔട്ട് ഫ്രം ദ ബുക്ക് ആൻഡ് ജസ്റ്റ് ഗിവിങ് ബേസിക് എക്സ്പ്ലനേഷൻ. വെൽ, it really doesn't matter how the teacher really is, but the thing is, when you're sitting in class and when there is a topic and when you actually pay attention, that is half the job done. ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. A lot of people actually forget about 70% of the material they study within the same day. അതായത് 24 hours-നുള്ളിൽ പഠിച്ച 70% കാര്യം അവർ മറന്നു പോകാറുണ്ട്. ബട്ട് വാട്ട് ക്യാൻ വി ഡു അബൌട്ട് ഇറ്റ്? അതായത് നിങ്ങൾ ക്ലാസ്സിൽ ഒരു കുറച്ച് മെറ്റീരിയൽ വായിച്ചു എന്ന് വിചാരിക്കുക, തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇഫ് യു ക്യാൻ ജസ്റ്റ് ഡു എ ക്വിക്ക് റിവിഷൻ, യു ആർ റിഫ്രഷിംഗ് യുവർ മെമ്മറി ദാറ്റ് വേ. സോ ഇഫ് യു ക്യാൻ ജസ്റ്റ് സിറ്റ് വിത്ത് യുവർ ബുക്സ് ഫോർ അബൌട്ട് half an hour and just go through some points that were touched that day, then when you go to sleep, the content that you learned will be retained a lot longer. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം നന്നായിട്ട് പഠിക്കാൻ പറ്റും, and you will also remember that better. The next point that we can do is try to learn visually. അതായത് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ലൈക്ക് കുറേ ആൾക്കാർക്ക് ആരെങ്കിലും വായിച്ച് കേൾപ്പിച്ചാൽ അവരുടെ മനസ്സിൽ പെട്ടെന്ന് കയറും. ചില ആൾക്കാർക്ക് കണ്ടു പഠിച്ചാൽ, അതായത് കുറേ വീഡിയോസ് കാണാം, കുറേ യൂട്യൂബിൽ കുറേ ഇൻഫർമേഷൻ ഉണ്ടാകും, ഈ വിഷ്വലി കാണുമ്പോഴത്തേക്കും അവർക്ക് അത് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു പറഞ്ഞാൽ, ഇതെൻ്റെ പേഴ്സണൽ ടിപ്പാണ്. സോ എനിക്ക് ഒരു ടോപ്പിക്ക് കിട്ടുവാണെങ്കിൽ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്, അത് ഞാൻ ഇങ്ങനെ ഡയഗ്രാംസ് പോലെ ഞാൻ തന്നെ ഉണ്ടാക്കി തുടങ്ങും. അതായത് ഈ പോയിന്റിൻ്റെ സബ് പോയിന്റ് ആണ്, അതിൻ്റെ സബ് പോയിന്റ് ആണ്, ഇതിലേക്ക് ഇതിൻ്റെ ആണ് എക്സ്പ്ലനേഷൻ, ഇതാണ് ആൻസർ, ഇതാണ്. സോ ബേസിക് പോയിന്റ്സ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു ചാർട്ട് പോലെ ഉണ്ടാക്കുമായിരുന്നു. ആ ചാർട്ട് ഞാനൊന്ന് മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എക്സാമിന് പോകുമ്പോഴത്തേക്കും എനിക്ക് ഈ ചാർട്ട് മാത്രം ഒന്ന് വിഷ്വലി, ഈ ഫോട്ടോഗ്രാഫിക് മെമ്മറി കുറച്ച് ഉള്ള ആളാണ്, അതായത് ഒരു പിക്ചറിൻ്റെ എക്സാക്ട് പോയിന്റ് എനിക്കായിരിക്കും ഓർമ്മ വരുന്നത്, മോർ ദാൻ വാട്ട് സംബഡി ടെൽസ് മീ. So I will just remember these points, and then I keep that picture in my head. Then when the question comes to answer, that will be a lot better. But try and understand something visually, because it will help you. The next point that you can do is, ningalku officer, of course, make use of the professors or your teachers or your lecturers. They will be actually happy when you go to them and ask them a doubt. Allengi chumma verude last minute ettumbothekku examine thottu aa oru divasam mumballa ningal doubt vekkan pogundathu. If there's anything that you feel like you may be interested or know, take advantage of the professors. They're really there to help you. And the next tip is, if you really want to study and you want a change in atmosphere, ചില ആൾക്കാർക്ക് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഇരുന്നാൽ അവർക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ഒരുപാട് സ്റ്റിമുലായി വേണം, അല്ലെങ്കിൽ ഒച്ചയും ബഹളമൊക്കെ കേൾക്കണം, എന്നാലേ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്, ഫസ്റ്റ് ഫൈൻഡ് ദാറ്റ് ഔട്ട്. മേ ബി സം സ്റ്റുഡൻസ് ലവ് സിറ്റിംഗ് ഇൻ എ കാഫേ ആൻഡ് ടോക്കിംഗ് ആൻഡ് സ്റ്റഡിങ്. ചില ആൾക്കാർക്ക് ഒരു ക്വൈറ്റ് റൂം, ഒരു ക്വൈറ്റ് കോർണർ, നല്ല പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് പഠിക്കാനാണെങ്കിൽ ചില ആൾക്കാർക്ക് അതാണ് ഇഷ്ടം. ഫൈൻഡ് ഔട്ട് what really works for you and then try doing more of that. The next tip is combined study എന്ന് ആൾക്കാർ പറയാറുണ്ട്. Well, honestly, നിങ്ങൾ combined study ശരിക്കും യൂസ് ചെയ്താൽ, actually putting your head down and focusing and studying, the power
is just crazy. It is just amazing. So especially during ഞാൻ MSc psychology ആണ് ചെയ്തത്. So ഞാൻ എന്ത് ചെയ്യുമായിരുന്നു വെച്ചാൽ we used to have these groups, we used to sit and study. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് പഠിച്ചത് അത്രയും അധികം റിവിഷൻ ആണ് എനിക്കും വരുന്നത്. So it's just basically sitting with your friends and understanding. ചില ആൾക്കാർക്ക് ചില ടോപ്പിക്സ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് നിങ്ങൾ അതിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ബൈ ഹാർട്ട് പഠിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മെമ്മറിയിൽ കുറേ നേരം കൂടി റീറ്റെയിൻ ചെയ്ത് വയ്ക്കാൻ പറ്റും. What are some tips that you really want to try? I will leave this with a bonus tip for you. നിങ്ങളുടെ ക്ലാസ്സിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് കുറേ കാര്യങ്ങൾ ബോർഡിൽ ഇങ്ങനെ ഡ്രോ ചെയ്ത് കാണിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഈ ഡ്രോ ചെയ്ത് കാണിക്കുന്ന സാധനം ബോർഡിലുണ്ടെങ്കിൽ മേക്ക് ഷുവർ യു പുട്ട് ഇറ്റ് ഇൻ ടു യുവർ നോട്ട്ബുക്ക് ആൻഡ് റിവൈസ് ഓർ റീഡ് ഇറ്റ് ലേറ്റർ. കാരണം there are higher chances of that question coming in your exam than the others. This is it. We've come to the end of our show on Dilse Night. Stay tuned for more cool fun stuff and cool conversations only on 90.8 Dilse FM with me, Shanu Suresh. Dilse Night.